മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് മിസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഇത്രയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് നമ്മുടെ പ്രീ നീറ്റ് എക്സാമിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ പ്രീ JEE എക്സാമിനെ കുറിച്ചിട്ടും. അപ്പോൾ അതെന്താണ് എന്ന് അറിയാത്തവരായിട്ട് നമ്മുടെ കുട്ടികൾ ആരും തന്നെ ഉണ്ടാവില്ല. ഇനി അഥവാ ആരെങ്കിലും അറിയാത്തതായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ മിസ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. അതായത് ശരിക്കുള്ള നീറ്റ് എക്സാമും അതേപോലെ തന്നെ JEE എക്സാമിന് മുന്നോടിയായിട്ട് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മോഡൽ എക്സാം എന്ന് പറയുന്നത് അല്ലേ. ഇതിന് ശരിക്കും പറയുന്ന ഒരു മോഡൽ എക്സാം നമുക്ക് എവിടെയും കിട്ടാറില്ല അല്ലേ. അപ്പോൾ ഒരു നീറ്റ് എക്സാം എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അതിന് കറക്റ്റായിട്ട് ടൈം മാനേജ്മെൻ്റ് ഒക്കെ എങ്ങനെയായിരിക്കും, ശരിക്കും എങ്ങനെയാണ് നീറ്റ് എക്സാം നടക്കുന്നത്, അതേപോലെ ഒരു നീറ്റ് എക്സാം നമുക്ക് മുന്നേ തന്നെ ഓൾറെഡി നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് ശരിക്കുള്ള എക്സാമിന് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് കറക്റ്റൊക്കെ ടൈം മാനേജ് ചെയ്ത് നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനർ ഫാമിലി ശരിക്കും എങ്ങനെയാണോ നീറ്റ് എക്സാം നടക്കുന്നത്, അതേപോലെ തന്നെ ശരിക്കും എങ്ങനെയാണോ നമ്മുടെ JEE എക്സാം നടക്കുന്നത്, അതേപോലെ ഒരു നീറ്റ് എക്സാമും അതേപോലെ തന്നെ JEE എക്സാമും നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ പ്രീ നീറ്റും പ്രീ JEEയും എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ നീറ്റിനും JEEക്കും വേണ്ടി പഠിക്കുന്ന മക്കൾക്ക് വളരെയധികം ഒരു ഹെൽപ്ഫുൾ ആകുന്ന ഒരു എക്സാം ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടതെന്നും അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് എക്സാംസ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക, ഇതെല്ലാതും ഈ ഒരു എക്സാം എഴുതുന്നതോടുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിലബസും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ബാക്കി കാണുക. അപ്പോൾ മിസ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ട് വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് വെറുതെ നടക്കുന്നൊരു എക്സാം അല്ല അല്ലേ. വെറുതെ നമ്മൾ കുട്ടികളെ കൊണ്ട് വെറുതെ എഴുതിപ്പിക്കുന്ന ഒരു എക്സാം മാത്രമല്ല ഇത്. ഈ എക്സാമിന് നിങ്ങൾ ഏറ്റവും നല്ല റാങ്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നമ്മുടെ ഗിഫ്റ്റുകളും എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് 10 സ്റ്റുഡൻസിൽ അല്ലെങ്കിൽ ടോപ്പ് 10 റാങ്കിൽ എൻ്റെ കുട്ടികൾ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 റുപ്പീസിൻ്റെ ക്യാഷ് പ്രൈസ് ആണ് കിട്ടുന്നുണ്ടായിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടോപ്പ് 50 സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 50% സ്കോളർഷിപ്പോട് കൂടെ നമ്മുടെ എക്സാം വിന്നർ നീറ്റ് ബാച്ചിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ രജിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ 12 വരെയാണ് ഉണ്ടാകുക. ഓക്കെ, ഇന്ന് രാത്രി കൃത്യം 10 മണി വരെ മാത്രമേ മക്കളെ സമയമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, വേഗം തന്നെ ഉടനടി ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് അല്ലെങ്കിൽ പിന്നീടേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചവരുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ മിസ് ഓർമ്മിപ്പിക്കുകയാണ്, വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് രാത്രി കൃത്യം 10 മണിക്കുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ എന്ത് ചെയ്യുക, വേഗം രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ആക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇതേപോലെ അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ അവരോട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വേഗം തന്നെ ഉടനടി തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറയുക. രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് കുറേ എമൗണ്ട് ഒന്നുമില്ല, വെറും 150 മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ന് മുതലാണ് ഹാൾ ടിക്കറ്റ് കിട്ടി തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെപ്റ്റംബർ 14 5 PM മുതലാണ് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടി തുടങ്ങുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഹാൾ ടിക്കറ്റ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഡോണ്ട് വറി, എല്ലാതും കറക്റ്റ് സമയത്ത് തന്നെ എൻ്റെ കുട്ടികളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഇന്ന് രാത്രി കൃത്യം 10 മണി വരെ സമയമുള്ളൂ. അടിപൊളിയായിട്ട് എന്ന് ചെയ്യുക, രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ആരെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ആ ലിങ്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇപ്പം തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എക്സാം എപ്പോഴാണ് നടക്കുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 22 സൺഡേ ആയിരിക്കും എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ പ്രീ നീറ്റിൻ്റെ എക്സാം നടക്കുന്നുണ്ടാവുക. +1-നും +2-നും ഉണ്ട്. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 22 എക്സാം നടക്കുന്നത്. അതേപോലെ തന്നെ പ്രീ JEEയുടെ എക്സാം നടക്കുന്നത് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത ഡേറ്റ് ആണ്, സെപ്റ്റംബർ 29 നടക്കുന്നുണ്ടാവാം. ഓക്കെ, റെഡി. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ മിസ്സോടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി ഇത് കൂടാതെ തന്നെ ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രീ നീറ്റിനും പ്രീ JEEക്കും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇതൊക്കെ അറിയണമല്ലേ. അതിൻ്റെ സിലബസ് ഓൾറെഡി നമ്മൾ വീഡിയോ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് കുറച്ച് നമ്മൾ പ്രീ നീറ്റിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരികയാണ്. അപ്പോൾ അതെല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മിസ് ഇവിടെ കൊടുത്തേക്കാം എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ ക്ലാസ്സുകളാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, അതേപോലെ നമ്മുടെ പ്രീ നീറ്റിൻ്റെയും പ്രീ JEEൻ്റെയും ക്ലാസ്സുകളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഏതൊക്കെയായിരിക്കും ഏതൊക്കെ സമയത്താണ് എന്നുള്ളത് മിസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് നോക്കിക്കോളൂ. ഓക്കെ, ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനി ഇതിൽ കൂടുതൽ അതായത് ഇതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഇന്ന് രാത്രി നടക്കുന്ന ലൈവിൽ എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെയുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രീ നീറ്റിനും അതേപോലെ തന്നെ പ്രീ JEEനെയും കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്ന് രാത്രി നടക്കുന്ന
നടക്കുന്ന ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ ലൈവ് കാണാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ലൈവിൽ പറഞ്ഞു തരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് പറയുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ട്, അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാനും നിങ്ങൾക്ക് സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് ഒരു നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സപ്പോർട്ട് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇന്നത്തോടെ നമ്മുടെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും മക്കളെ. രാത്രി 10 മണി വരെയുള്ള രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യുക. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഇതുപോലെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്, നീറ്റും JEE ഒക്കെ അടിപൊളിയായിട്ട് പാസ് ചെയ്ത് നല്ല റാങ്ക് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ എക്സാം എഴുതാനായിട്ട് പറയുക. ഓക്കെ, ഇപ്പം തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. കാരണം ഇനി നമുക്ക് സമയമില്ല. ഓക്കെ, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പം ഇനി ആരെങ്കിലും പ്രിപ്പയർ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യുക, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുക. ഫുൾ സപ്പോർട്ട് തരാനായിട്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇനിയുള്ള ക്ലാസ്സസ് ഒക്കെ വരാനായിട്ട് പോവാണ്. ആ ക്ലാസ്സസ് മിസ് ചെയ്യാതെ കറക്റ്റായിട്ട് തന്നെ കാണുകയും വേണം. എന്നാലാണ് ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല റാങ്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ മറക്കണ്ട. അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാനായിട്ട് ഇന്ന് നമുക്ക് നമ്മുടെ എക്സാമിനർ ഫാമിലി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ലൈവായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആരും അത് മിസ്സാക്കരുത്. ഇന്നത്തെ ലൈവ് എല്ലാവരും കറക്റ്റായിട്ട് തന്നെ കാണണം. ഓക്കെ, അപ്പോൾ താങ്ക് യു മക്കളെ.